Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ചെടികൾക്ക് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക്. ഇതുപോലെ ലൂസായിട്ടോ പാക്കറ്റിലായിട്ടോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അതുപോലെ തന്നെ വളമൊക്കെ വിൽക്കുന്ന കടയിലും കിട്ടും. ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്. ഇത് വെള്ളത്തിൽ കുതിർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ചെടികളിൽ വരുന്ന ചെറിയ ചെറിയ കീടങ്ങളും അസുഖങ്ങളും ഒക്കെ മാറ്റാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് വളരെ നല്ലൊരു വളം കൂടിയാണ്. ഇതിനു മുൻപ് അമ്മൂമ്മയുടെ ഒരു ഗാർഡൻ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മൂമ്മ പറയുന്നുണ്ട്, അമ്മൂമ്മ സ്ഥിരമായിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും കൂടെയുള്ള മിശ്രിതം. ഈ മിശ്രിതം തയ്യാറാക്കാനായിട്ട് 3 പിടി കപ്പലണ്ടി പിണ്ണാക്കും 3 പിടി വേപ്പിൻ പിണ്ണാക്കും 3 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് 3 ദിവസം ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഇതുപോലെ ഒരു ബക്കറ്റിലോ ഒരു വലിയ ചരുവത്തിലോ ഒക്കെ ആക്കി നമുക്ക് അടച്ചു വയ്ക്കാം. 3 ദിവസത്തിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കമ്പ് ഉപയോഗിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികൾ നിറയെ പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മിശ്രിതമാണിത്. നമ്മുടെ ചെടികളിൽ കീടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ നീം ഓയിൽ തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നീം ഓയിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് യൂസ് ചെയ്യുന്നതും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കീടങ്ങളെ അകറ്റാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണിത്. നമ്മുടെ ഈ മിശ്രിതം പുളിച്ച് വരുമ്പോൾ ചെറിയൊരു മണം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തോ ഒക്കെ ഇത് സൂക്ഷിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് ചെടികളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കാണാം. അതിനായിട്ട് നമുക്കിത് ഇരട്ടി വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത ഈ മിശ്രിതം ഒരു കപ്പിൽ 1/2 കപ്പ് നമുക്ക് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ടെറസിലുള്ള കുറച്ച് ചെടികൾക്കാണ് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ഡൈല്യൂട്ട് ചെയ്ത ഈ മിശ്രിതം 2 ആഴ്ച കൂടുന്തോറും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബൊഗെയിൻവില്ല ഞാനൊരു ബക്കറ്റിൽ നട്ടേക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ ബാൽക്കണിയിലേക്ക് പടർന്നു കയറുന്ന ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് നട്ടിട്ട് അധികം നാളായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കായൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ഇത് ബാൽക്കണിയിൽ നട്ടിരിക്കുന്ന ലാൻഡ്നാസാണ്. വളരെ കളർഫുള്ളും നല്ല ഭംഗിയുള്ള റെഡും യെല്ലോയും കൂടെയുള്ള കോമ്പിനേഷനാണ്. അധികം കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ. നമുക്ക് എളുപ്പം ബാൽക്കണിയിലും അതുപോലെ തന്നെ ടെറസിലും ഒക്കെ നടാവുന്ന ഒരു ചെടിയാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഹാങ്ങിങ് സെൽഫ് വാട്ടറിങ് ആയിട്ടുള്ള പോട്ട്സ് ആണ്. അതിലും നമുക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഈ സെൽഫ് വാട്ടറിങ് ആയിട്ടുള്ള പോട്ട്സിൽ ഇപ്പോഴും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു സെൽഫ് വാട്ടറിങ് പോട്ട്സിൽ നമുക്ക് പുതിനയും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ നടാവുന്നതാണ്. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവും സഹായകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.